നമസ്കാരം. 3 രാശികളിലായി ജനിച്ചവരുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. ഇവരുടെ നല്ല കാലം ആരംഭിച്ചു എന്ന് തന്നെ പറയാം. ഈയൊരു നല്ല കാലം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് 1 മാസം തികച്ചും വേണ്ട. ജ്യോതിഷത്തിൽ ഏറെ സവിശേഷതകളുള്ള ഗ്രഹങ്ങളിലൊന്നാണ് ശനി. കർമ്മത്തിൻ്റെയും നീതിയുടെയും ദേവനാണ് ശനി എന്നാണ് അറിയപ്പെടുന്നത്. ഒരാളുടെ ജാതകത്തിൽ ശനി ശുഭസ്ഥാനത്താണെങ്കിൽ അയാൾക്ക് ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. മറിച്ചാണെങ്കിൽ അശുഭകരമായ കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ നടക്കുക. അനർത്ഥങ്ങളാൽ ജീവിതം വഴിമുട്ടുന്ന തരത്തിലാകും എന്ന് തന്നെ പറയാം. മാർച്ച് 29 മുതൽ ശനി മീനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ജൂലൈ മുതൽ ശനി മീനൻ രാശിയിൽ വക്രഗതിയിൽ സഞ്ചാരം ആരംഭിക്കും. ശനിയുടെ ചലനത്തിലെ മാറ്റം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഇത് എല്ലാ രാശിക്കാരെയും ബാധിക്കുമെങ്കിലും ഇനി പറയാൻ പോകുന്ന 3 രാശികളിലായി ജനിച്ചവരുടെ ജീവിതത്തിൽ ശനിയുടെ വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം വളരെയധികം ഗുണഫലങ്ങൾ നൽകും. അവരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ശനിദേവൻ്റെ അനുഗ്രഹത്താൽ മാറിക്കിട്ടും. ശനി ദോഷകാരകനാണെന്ന് പലരും പറയുമ്പോഴും ആ ശനി തന്നെ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമായി നമുക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്നതിന് കാരകനാകാറുമുണ്ട്. അപ്പോൾ ജൂലൈ മുതൽ ഈ പറയാൻ പോകുന്ന 3 രാശികളിൽ ജനിച്ചവരുടെ ജീവിതം വലിയ രീതിയിൽ രക്ഷപ്പെടാൻ പോകുന്നു. ആഗ്രഹിച്ചതും കൊതിച്ചതും സ്വപ്നം കണ്ടതും നേടണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും, അതും ശനിയുടെ അനുഗ്രഹത്താൽ. അപ്പോൾ ആ 3 രാശികൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളാൽ വലയുന്നവരാണ് നിങ്ങളെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നാളെ കമൻറ്റിൽ രേഖപ്പെടുത്തൂ. കണ്ണേറ്, രാക്കുദോഷം, ശത്രുദോഷം, സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസിക പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേര് നാളെ കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാം. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി നല്ല രീതിയിലൊരു ജീവിതം നിങ്ങൾക്ക് വന്നു ചേരും. മഹാദേവൻ നിങ്ങളെ അനുഗ്രഹിക്കും, തീർച്ച. ശിവോഹം. ആദ്യമായി മിഥുനൻ രാശി. മകയിരം, തിരുവാതിര, പുണർദം. മിഥുനൻ രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി സഞ്ചാരം ഏറെ ഗുണകരമാണ്. ഈ രാശിക്കാരുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും വന്നുചേരും. സാമ്പത്തികമായി ഇതുവരെ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കാൻ പോകുന്നു. ഏറെ നാളായി പണി പൂർത്തിയാക്കാതെ ഇരുന്ന ഗൃഹനിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനുള്ള ഒരു ഭാഗ്യം നിങ്ങളുടെ ജന്മരാശിയിലിപ്പോൾ അനുകൂലമായി, അതും ശനിയുടെ അനുഗ്രഹത്താൽ വന്നു ചേരാൻ പോകുന്ന സമയമാണ്. പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ സാധിക്കും. പുത്തൻ വീട്ടിൽ ആഡംബര ജീവിതമാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യത്തിൻ്റെ പിന്തുണ നിങ്ങൾക്കുണ്ടാകും. അതിനാൽ തന്നെ ലോട്ടറി പോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നത് വിജയം കൈവരിക്കുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഉയർച്ചയുണ്ടാകും. അതും ശനി ഭഗവാന്റെ ഇപ്പോഴത്തെ, അതായത് ഈ ജൂലൈയോടുകൂടി ആരംഭിക്കാൻ പോകുന്ന വക്രഗതിയിലുള്ള സഞ്ചാരം മൂലം. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, ഈ നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും ആ കുടുംബത്തുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾക്കും മറ്റംഗങ്ങൾക്കുമെല്ലാം വലിയ രീതിയിലുള്ള നേട്ടവും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി ആരോഗ്യം വീണ്ടെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബ അംഗങ്ങൾക്ക് വരെ, ആ വീടിന് വരെ ഐശ്വര്യമാണ്, ഭാഗ്യമാണ്, നേട്ടമാണ്. അടുത്തത് കർക്കടകം രാശിയാണ്. പുണർദം, പൂയം, ആയില്യം. ശനിയുടെ വക്രഗതി സഞ്ചാരം കർക്കടകം രാശിക്കാർക്ക് വളരെയധികം അനുകൂലകരമാണ്. ഏറെ നാളായി അവിവാഹിതരായി തുടരുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കും. കുറേ കാലങ്ങളായി വിവാഹ ആലോചനകളൊക്കെ നടത്തിയിട്ടും ചിലപ്പോൾ നിശ്ചയം വരെ എത്തിയിട്ട് മുടങ്ങിപ്പോയവർക്കും, അല്ലെങ്കിൽ ജാതക പൊരുത്തം മൂലം ഒരു വിവാഹ ബന്ധങ്ങളും അങ്ങോട്ട് ചേർന്ന് വരാത്തവർക്കും ആ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു. ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രണയബന്ധം വിവാഹ ജീവിതത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യത കൂടുതലായി പറയപ്പെടുന്നു.
സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരുടെ കുടുംബ ജീവിതത്തിൽ, അതായത് അവരുടെ വിവാഹ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ദമ്പതികൾ തമ്മിലുള്ള പിണക്കങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ മാറി വലിയ രീതിയിൽ സന്തോഷമായി മക്കളുമൊത്ത് കുടുംബാംഗങ്ങളുമൊത്ത് നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ചിട്ടി, അതുപോലെ ഷെയർ മാർക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ പൈസ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി ലാഭം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും. പല വഴിക്കൊന്നും പണം കയ്യിലേക്ക് എത്തും. ഏറെ നാളായി ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് ഇനി തിരികെ ലഭിക്കില്ല എന്ന് കരുതി നിങ്ങൾ തള്ളിക്കളഞ്ഞ പൈസ പോലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ളൊരു ഭാഗ്യം കാണുന്നു. പുതിയ വരുമാന സ്രോതസ്സുകൾ രൂപപ്പെടും. ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനും കാരണമാകും. സ്വർണം പോലെ വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തും. ആരെങ്കിലുമൊക്കെ ഗൾഫിൽ നിന്ന് വരുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ നിങ്ങൾക്ക് വലിയ രീതിയിൽ സമ്മാനമായി പല കാര്യങ്ങളും, വിലപിടിപ്പുള്ള പല കാര്യങ്ങളും തരാനുള്ളൊരു യോഗം കൂടെ കാണുന്നു. കുടുംബാംഗങ്ങൾക്കൊപ്പം തീർത്ഥയാത്രകളും അതുപോലെ ആത്മീയപരമായിട്ടുള്ള ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ നടത്തുന്നതിനുള്ളൊരു ഭാഗ്യം കാണുന്നു. കുടുംബത്തിൽ വിവാഹം പോലെ മംഗളകരമായ കർമ്മങ്ങൾ നടക്കും. നൂലുകെട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ജനനം, വിവാഹ കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ മറ്റെന്തെങ്കിലും മംഗള കാര്യങ്ങളൊക്കെ നടക്കാനുള്ളൊരു യോഗം കാണുന്നു. അത് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നൽകുന്നതിനും കുടുംബത്തിൽ ഐശ്വര്യം നൽകുന്നതിനും കാരണമാകും. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരികളിൽ നിന്നും എല്ലാ തരത്തിലും പിന്തുണ ലഭിക്കുകയും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ പിന്തുണ ലഭിക്കുകയും അത് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ വലിയ വിജയകരമാകുന്നതിന് സഹായകമാവുകയും ചെയ്യും. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തും എന്ന് തന്നെ പറയാം. അടുത്തത് മകരം രാശിയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം. മകരം രാശിക്കാർക്ക് ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം വളരെയേറെ ഗുണകരമാണ്. ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ ഇവരെ വിട്ടുമാറാൻ പോകുന്നു എന്ന് തന്നെ പറയാം. അത്രയേറെ ശനി ഭഗവാൻ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന സമയമാണ് വന്നു ചേരാൻ പോകുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടന്നു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങിക്കാനുള്ള യോഗം കാണുന്നു. ഏറെ നാളായി വാഹനം വാങ്ങണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം പൂവണിയും. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിച്ച് നടന്നവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും തക്കതായിട്ടുള്ളൊരു ജോലി നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, എല്ലായിടത്തും ചെല്ലുമ്പോഴും പിന്തള്ളപ്പെടുകയും നിങ്ങൾക്ക് വേണ്ട പരിഗണന ലഭിക്കാതെ ഇരുന്നതൊക്കെ മാറി നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നല്ലൊരു തൊഴിൽ നിങ്ങൾക്ക് വന്നു ചേരും. ആ തൊഴിലിലൂടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സാധിക്കുകയും ചെയ്യും. അത്രയധികം നേട്ടമാണ് ശനിദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ ഉന്നത പഠനത്തിനോ വേണ്ടി വിദേശ യാത്ര നടത്താനുള്ള ഒരു യോഗം കാണുന്നു. വിദേശ രാജ്യത്ത് പോകണം അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പഠിക്കണം, അവിടെ ജോലി ചെയ്യണം, അവിടെ ഒരു നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതുപരമായിട്ടുള്ള, അതായത് വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടോ വിദേശ രാജ്യത്തേക്ക് പോകാനുള്ളൊരു ഭാഗ്യം കൂടെ കാണുന്നുണ്ട്. പൂർവിക സ്വത്ത് തർക്കങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ കലാകായിക രംഗത്ത് എന്തെങ്കിലും തൊഴിലായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂല സമയമാണ്. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിജയം കൈവരിക്കും. നല്ല രീതിയിൽ പരീക്ഷകളിൽ മാർക്ക് വാങ്ങുന്നതിനും അതുപോലെ തന്നെ വിജയം കരസ്ഥമാക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും. സന്താനങ്ങൾ വഴി രക്ഷിതാക്കൾക്ക് അഭിമാന നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളുടെ മക്കളിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കത്തക്ക രീതിയിൽ നല്ല അഭിമാന നേട്ടങ്ങൾ വന്നു ചേരും. എന്തുകൊണ്ടും ഭാഗ്യമാണ്. ശനി ഭഗവാന്റെ ഈ വക്രഗതിയിലുള്ള സഞ്ചാരം മൂലം ജൂലൈ തുടക്കം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങളുടെ പെരുമഴയാണ് എന്ന് തന്നെ പറയാം. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത രാശിഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശിവോഹം.